ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇന്നലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ റിയാസ് ഹമീദുള്ളയെ ഇന്ത്യ വിളിച്ചു വരുത്തി. ഒരാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശ് സ്ഥാനപതിയെ വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നത്. നേരത്തെ ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിലും ഹൈക്കമ്മീഷണറുടെ ഔദ്യോഗിക വസതിക്ക് മുൻപിലുമുണ്ടായ പ്രതിഷേധ സംഭവങ്ങളിലും ബംഗ്ലാദേശ് സർക്കാർ കടുത്ത ആശങ്ക അറിയിച്ചുവെന്നാണ് വിവരം. എം ജി മിഥുൻ തന്നെ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിന്റെ നിലവിലെ സ്ഥിതി എന്താണ്? അതുപോലെ തന്നെ ഈ പ്രതിഷേധം അത് കൂടുതൽ കടുക്കുകയാണോ? ഈ നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാകുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട് നിലവിലെ സാഹചര്യം എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഡൽഹിയിലെ ബംഗ്ലാദേശിന്റെ സ്ഥാനപതിയുടെ ആസ്ഥാനത്ത് വലിയ രീതിയിൽ വലിയ പ്രതിഷേധം VSPയുടെയും മറ്റ് ഹിന്ദു സംഘടനകളുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ, കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അത്രത്തോളം ആളുകൾ പങ്കെടുത്ത വലിയ പ്രതിഷേധ റാലി തന്നെയായിരുന്നു ഇന്നലെ സംഘടിപ്പിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് ഇതിനു മുമ്പ് കുറച്ചുപേർ മാത്രം പങ്കെടുത്ത ചില പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളും വിളിയുമായി ഇതിനു മുമ്പ് ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പോൾ ബംഗ്ലാദേശിലെ ചില മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഇത്തരത്തിൽ സ്ഥാനപതിയെ ഭീഷണിപ്പെടുത്തുകയും കൊലപ്പെടുത്തുമെന്ന് ഉള്ള ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്തു എന്ന രീതിയിൽ ചില വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. അത് ഇന്ത്യ കടുത്ത ഭാഷയിൽ അതിന് മറുപടി നൽകുകയും ആ വാർത്തകളൊക്കെ തള്ളുകയും ചെയ്തതാണ്. പക്ഷേ ഇന്നലത്തെ നടപടിയെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അതിൽ കൂടുതൽ നയതന്ത്ര ബന്ധങ്ങൾ വഷളാകുന്ന തരത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു. ഇന്നലെ വീണ്ടും ബംഗ്ലാദേശ് സ്ഥാനപതിയെ വിളിച്ചു വരുത്തി ഇന്ത്യ ആശങ്ക അറിയിച്ചു. ഒപ്പം തന്നെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ, അതിൻ്റെ പ്രതിഷേധമൊക്കെ ഇന്ത്യ രേഖപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് ബംഗ്ലാദേശ് സ്ഥാനപതിയെ വിളിച്ചു വരുത്തി ഈ പ്രതിഷേധം ഇന്ത്യ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശും ഇത്തരത്തിൽ ഇന്ത്യൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങളെക്കുറിച്ചും ഒപ്പം തന്നെ അവിടുത്തെ വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുകയും അവർ അവലോകിപ്പിക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ടായിരുന്നു. പിന്നാലെ ഏകദേശം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് ഇന്ത്യ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുകയും ചെയ്തത്. മറ്റൊന്ന് ഈ അന്വേഷണമാണ്. അതായത് ഈ ഹിന്ദു യുവാവിനെ കൊലപ്പെടുത്തിയ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസവും 2 പേരെ കൂടി അറസ്റ്റിലായിരുന്നു. മറ്റു കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. മറ്റൊന്ന്, ഷെരീഫ് ഹാദിയെ വധിച്ച ആ 2 പേരുടെ CCTV ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിരുന്നു. പക്ഷേ അവർ ഇപ്പോഴും ബംഗ്ലാദേശിൽ തന്നെ തുടരുന്നുണ്ട് എന്നുള്ള വിവരമാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ അവർ സ്ഥലങ്ങൾ മാറി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വിവരമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശദീകരണമായിരുന്നു കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം നൽകുകയും ചെയ്ത്. അവരിലേക്ക് പോലും എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ കലാപം, ബംഗ്ലാദേശിലുണ്ടായിരിക്കുന്ന ഈ കലാപം അടിച്ചമർത്താൻ ഇടക്കാല സർക്കാരായിട്ടുള്ള മുഹമ്മദ് യൂനുസിന്റെ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വലിയ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഏതായാലും നിലവിൽ ഈ സംഘർഷങ്ങൾക്കൊന്നും വായുവില്ലാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചുള്ളത്. ബംഗ്ലാദേശിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സ്ഥിതിവിശേഷം നമുക്കറിയാം. ഏറെക്കാലമായി ഇത്തരത്തിലുള്ള കലാപങ്ങൾ ബംഗ്ലാദേശിലുണ്ടായിരുന്നു. ഈ 2024 ഈ ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നുള്ള പ്രതിഷേധങ്ങൾ അത് പിന്നീട് വലിയ കലാപമായി മാറുകയും ചെയ്യുന്നു. പിന്നാലെയാണ് വീണ്ടും ഈ ജൻസി പ്രക്ഷോഭകരിൽ മുന്നിൽ നിന്ന് നയിച്ച ഹാദിയെ കൊലപ്പെടുത്തുകയും അതായത് ഹാദിക്ക് വെടിയേൽക്കുകയും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹം മരണം സ്ഥിരീകരിക്കുകയും അവിടെയും വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ആ വിവരം അറിഞ്ഞ നിമിഷം മുതൽ ബംഗ്ലാദേശിൽ വലിയ രീതിയിൽ അക്രമങ്ങൾ ഉണ്ടാവുകയാണ്. ഈ ബംഗ്ലാദേശ് ലിബറേഷൻ പാർട്ടിയുടെ നേതാവിൻ്റെ വസതി അഗ്നിക്കിരയാക്കിയും അദ്ദേഹത്തിൻ്റെ മകളെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷം. അതായത് 7 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ ഇത്തരത്തിൽ ഈ വീട് തീവെച്ചപ്പോൾ എന്താണ് ആ കുട്ടി മരിച്ചത്, ചുട്ടുകൊല്ലുന്ന തരത്തിലേക്കുള്ള കടുത്ത പ്രതിഷേധത്തിലേക്ക് ഈ പ്രക്ഷോഭകാരികൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടികൾ തന്നെയാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ആക്രമണ സംഭവങ്ങൾ അടിച്ചമർത്തുകയോ അല്ലെങ്കിൽ അതിന് ഒരു ശമനം ഉണ്ടാക്കാനോ ഇതുവരെയും അവിടുത്തെ ഇടക്കാല സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ അത് കൊല്ലപ്പെട്ട ദീപുവിന്റെ കുടുംബത്തെ കാണുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ, പിന്തുണ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രക്ഷോഭം ഒരു പരിധിവരെ അയയാനുള്ള സാധ്യത കൂടുതലല്ലേ? അതായത് നേരത്തെ മുതൽ തന്നെ ഈ
ഇത്തരത്തിൽ ഈ ഹിന്ദു യുവാവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഒരു തരത്തിലും ഒരു ആൾക്കൂട്ട കൊലപാതകമല്ല നടന്നത്. അത് ഒരു ഇതിന്റെ ഭാഗമായി, ഈ ഒരു കലാപത്തിന്റെ ഭാഗമായി നടന്ന ഒരു സംഭവമല്ല എന്ന രീതിയിലായിരുന്നു അവിടുത്തെ പോലീസിന്റെ ചില വിശദീകരണം. അത് പൂർണ്ണമായും തള്ളിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇന്ത്യ അടക്കം അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ഒപ്പം തന്നെ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ഈ ആക്രമണങ്ങൾക്കെതിരെ വലിയ രീതിയിൽ ശക്തമായി അപലപിക്കുകയും ചെയ്യുന്നു. അതാണ് ആദ്യം ഇത്തരത്തിൽ ഈ വിഷയത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കണം, അവരെ കൂടുതൽ ആരാണോ ഇതിൽ കുറ്റക്കാരായിട്ടുള്ളത് അവരെയൊക്കെ കൃത്യമായി അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം ഉയർന്നു വരികയും ചെയ്തു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ദീപുവിൻ്റെ കുടുംബത്തെ ഈ ഇത്തരത്തിൽ സന്ദർശിക്കുകയും ഒപ്പം തന്നെ വാഗ്ദാനങ്ങളൊക്കെ നൽകുകയും ചെയ്തിട്ടുള്ളത്. അതായത് തെറ്റ് ചെയ്തവരാരായാലും അവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുമെന്നുള്ള ചില കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. പക്ഷേ എങ്കിൽ പോലും തന്നെ ഇതൊക്കെ ഈ ഒരു കലാപം ശമിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ അക്രമ സംഭവങ്ങൾ ഒഴിവാക്കാനോ ഒക്കെ ഇത് എത്രത്തോളം ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ, അതായത് ഈ ഷെരീഫ് ഹാദിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ്, കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും അത് വലിയ കലാപവുമായി മാറുകയും ചെയ്തത്. അതിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതായത് അത്തരത്തിൽ അതിൽ കുറ്റക്കാരായിട്ടുള്ള പ്രതികൾ ഇപ്പോഴും നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനോ ഇതുവരെയും അവിടുത്തെ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഒരു വശത്ത് നിലനിൽക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കൊലപാതകങ്ങളാണ് മറ്റുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ മറ്റ് അക്രമ പരമ്പകൾ ഉണ്ടായത്, മുൻ മന്ത്രിമാരുടെ വസതികൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്, അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ വസതികൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്, അതൊക്കെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും വിപുലമായി നടക്കുന്നുണ്ട്. പക്ഷേ അത് ഒട്ടും തന്നെ ഒരു അയവ് വരുത്താനോ അല്ലെങ്കിൽ അത് ശമിപ്പിക്കാനോ ഉതകുന്ന തരത്തിലേക്ക് എത്തിക്കാൻ ഇതുവരെയും ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും നിലവിൽ വളരെ ശക്തമായി ഇന്ത്യ അപലപിക്കുകയും ഒപ്പം തന്നെ ഇവിടുത്തെ സാഹചര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയും ചെയ്യുകയാണ് എന്നുള്ളതാണ്. എന്തായാലും അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ ഈ ബംഗ്ലാദേശിന്റെ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി കൃത്യമായി ഈ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്ത്. എന്തായാലും നിലവിൽ ഈ അന്വേഷണം ഊർജ്ജമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ പോലും തന്നെ ഈ കുറ്റക്കാരായിട്ടുള്ള പ്രധാനപ്പെട്ട ഈ ഹാദിയുടെ കൊലയാളികളെ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വസ്തുത ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. ശരി, എം ജി മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.